അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എല്ലാവർക്കും ഷിഫാഉൽ അംറാദിലേക്ക് സ്വാഗതം. എല്ലാവർക്കും വേണ്ടി ദുആ ചെയ്യുക. എല്ലാവർക്കും അള്ളാഹു നന്മ നൽകട്ടെ. എല്ലാ ഖൈറും ബർക്കത്തും നിഅമത്തും അനുഗ്രഹങ്ങളും നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, റമളാൻ അടുത്തു വന്നു. ഒരുപാട് വോയിസുകൾ വിടുന്നുണ്ട്, ഒരുപാട് ആളുകൾ കേൾക്കുന്നുണ്ട്, ഒരുപാട് ആളുകൾക്ക് അതിൻ്റെ ഫലങ്ങൾ കിട്ടുന്നുണ്ട്. കറക്റ്റായി ചെയ്യുന്നവർക്ക്, ഓതുന്നവർക്ക് എല്ലാം നല്ല ഫലങ്ങൾ കിട്ടുന്നുണ്ട് എന്ന് ഓരോരുത്തരും പറയുന്നുണ്ട്. അൽഹംദുലില്ലാഹ്, അള്ളാഹിനെ സ്തുതിക്കുക. ഇപ്പോൾ നമുക്ക് വരാനിരിക്കുന്നത് റമളാൻ മാസമാണ്. ഈ റമളാൻ മാസത്തിൽ എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പറയുന്നതെങ്കിലും എന്നാലും പലർക്കും അറിയില്ല. നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട്. നമ്മളെ ജീവിതത്തിൽ എത്രയോ ആഗ്രഹങ്ങൾ നടക്കാതെ പോയ ആഗ്രഹങ്ങളുണ്ട്. വിഷമിച്ച് നിൽക്കുന്ന, സങ്കടപ്പെട്ട് നിൽക്കുന്ന, ടെൻഷനടിച്ച് നിൽക്കുന്ന ഒരുപാട് സങ്കടക്കഥകൾ, ഒരുപാട് വിഷമങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് ആഗ്രഹങ്ങളുണ്ട്. ഈ ആഗ്രഹങ്ങളൊക്കെ സഫലീകരിക്കാൻ, അത് പൂർത്തിയാകാൻ നല്ലൊരു മാർഗമാണ് ഇപ്പോൾ ഞാൻ പറയാൻ പോകുന്നത്. റമളാൻ മാസം വരുന്നതിന്, റമളാൻ മാസം വരുമ്പം തന്നെ അതിൻ്റെ ഒന്നാമത്തെ രാവിൽ തന്നെ തുടങ്ങണം. അതായത് ഒന്നാമത്തെ തറാവീഹിലൂടെയാണ് അത് തുടങ്ങേണ്ടത്. അതായത് റമളാൻ മാസം കണ്ടു കഴിഞ്ഞാൽ അന്ന് രാത്രി തന്നെ തറാവീഹ് നിസ്കരിക്കും. ഈ തറാവീഹ് നിസ്കരിക്കണം എല്ലാവരും. തറാവീഹ് നിസ്കാരത്തിൽ വല്ലുഹ വല്ലൈലി ഇദാ സജാ എന്നുള്ള സൂറത്ത് മുതൽ ഖുൽ അഊദു ബിറബ്ബിൻ നാസ് വരെയുള്ള സൂറത്ത് ഓതുക. അതായത് അതിൽ നമുക്ക് പാകമായ ചെറിയ ചെറിയ സൂറത്തുകൾ 20 എണ്ണമുണ്ട്. 20 റക്അത്ത് തറാവീൽ 20 സൂറത്ത്. വല്ലുഹ, അലം നശ്റഹ്, ഇദാ സുൽസിലത്തി, വൽ ആദിയാത്തി, ഇന്നാ അൻസൽനാഹു, വത്തീനി, അൽ ഖാരിയ, അൽഹഖുമു തകാസുർ, വൽ അസ്രി ഇന്നൽ ഇൻസാന വൈലുൽ ലികുല്ലി ഹുമസത്തിൽ ലുമസ. ഇവിടെ 10 എണ്ണമായി. പിന്നെ അലം തറ കൈഫ ഫഅല റബ്ബുക മുതൽ താഴോട്ട് കുൽ റബ്ബിന്നാസ് വരെ, അങ്ങനെ 20 സൂറത്തുകൾ. ഈ 20 സൂറത്തുകൾ എന്താക്കുക? തറാവീഹ് നിസ്കാരത്തിൽ ഓതുക. തറാവീഹ് നിസ്കാരത്തിൻ്റെ ശേഷം ദുആ ചെയ്യുക. ഇനി സാധിക്കുന്ന ആളുകളൊക്കെ സുബ്ഹി നിസ്കാരത്തിൻ്റെ ശേഷവും ഈ 20 സൂറത്തുകൾ ഓതി ദുആ ചെയ്യുക. നമുക്ക് നടക്കാതെ പോയ ഒരുപാട് ആഗ്രഹങ്ങൾ, അത് ശാരീരികമാവട്ടെ, മാനസികമാവട്ടെ, സാമ്പത്തികമാവട്ടെ, ആ ആഗ്രഹങ്ങൾ ആ റമളാൻ കഴിയുമ്പോഴേക്കും അല്ലാഹു തആല നമുക്ക് പൂർത്തിയാക്കി തരും. അതിൽ സംശയമില്ല. അത്രയും പവർഫുള്ളാണ് ഈ സൂറത്തുകളൊക്കെ. അതും നിസ്കാരത്തിലാണ് ഓതുന്നത്. നിസ്കാരത്തിൽ ഓതിക്കഴിഞ്ഞ് തറാവീഹിന് ശേഷം ദുആ ചെയ്യുക. അത് കഴിഞ്ഞ് സുബഹി നിസ്കാരത്തിന് ശേഷം വീണ്ടും ആ 20 സൂറത്തുകൾ, 10 മിനിറ്റ് മതി സൂറത്ത് സ്വന്തം ഓതുമ്പം. ആ 20 സൂറത്തുകൾ ഓതി വീണ്ടും ദുആ ചെയ്യുക. ഇങ്ങനെ രാത്രിയിലും സുബഹിക്കും ദിവസത്തിൽ 2 നേരം വെച്ച് നിങ്ങളിത് ഓതുമ്പം 40 വട്ടമാവും. ഓരോ 20 വട്ടം ഓതി കഴിഞ്ഞിട്ട് നിങ്ങൾ പ്രാർത്ഥിക്കുക. നിങ്ങളെ ആഗ്രഹം എന്താണ് അത് അള്ളാഹിനോട് പറയാം. റമളാൻ മാസമാണല്ലോ, ദുആക്ക് ഉത്തരം കിട്ടുന്ന ഏറ്റവും നല്ല സമയങ്ങളും ദിവസങ്ങളും ഒരു മാസവുമാണ്. അതുകൊണ്ട് ആ സമയം ആരും ഒഴിവാക്കാതെ, വിട്ടുകളയാതെ എല്ലാവരും ആഗ്രഹങ്ങൾ മനസ്സിൽ കരുതിയിട്ട് ദുആ ചെയ്യാം. അല്ലാഹു തആല സ്വീകരിക്കും, ആഗ്രഹങ്ങൾ പൂർത്തിയാകും, അതിൽ സംശയമില്ല. ഇൻഷാ അല്ലാഹ് എല്ലാവരും ഓതിക്കോളി. വല്ലുഹ മുതൽ ഖുൽ അഊദു ബിറബ്ബിന്നാസ് വരെ. നടക്കാത്ത ആഗ്രഹങ്ങളാണെങ്കിലും അല്ലാഹു തആല അത് നടത്തി തരും ഇൻഷാ അല്ലാഹ്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. എല്ലാവരും ഈ റമളാൻ മാസത്തിലും അല്ലാത്തപ്പോഴും എനിക്കും എൻ്റെ കുടുംബത്തിനും മൊത്തം എല്ലാവർക്കും വേണ്ടി പ്രത്യേകിച്ച് ദുആ ചെയ്യുക. ഞാൻ നിങ്ങൾക്കും ദുആ ചെയ്യും. അള്ളാഹു ആരോഗ്യമുള്ള ആഫിയത്തുള്ള ദീർഘായുസ്സ് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ. എല്ലാ ആഫത്ത്, ബലാല്, മുസീബത്ത്, അടങ്ങാറുകളിൽ നിന്ന് അള്ളാഹു നിങ്ങളെയും നമ്മളെയും എല്ലാവരെയും കാത്ത് സലാമത്താക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.